Second semester BSc degree examination April 2020. അതിലെ പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിലെ തേർഡ് പാർട്ട് സി എസ്എ ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ഫസ്റ്റ് പാർട്ട് ഇസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബേസ് തിയറം. ആ പാർട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബേസ് തിയറം നോക്കാം. ബേസ് തിയറത്തിൽ let S be the sample space of a random experiment which is partitioned into n mutually exclusive events B1, B2, etc. Bn. Let A be an event in the sample space which can happen only if any one of the events B1, B2, etc. Bn happens. Then probability of Bi given A is equal to probability of Bi into probability of A given Bi divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus etc. plus probability of Bn into probability of A given Bn, where I is equal to 1, 2, 3 up to n. Or this can also be written as probability of Bi given A is equal to probability of Bi into probability of A given Bi divided by നമ്മൾ സമ്മേഷൻ കൊടുക്കുകയാണ്. സമ്മേഷൻ I is equal to 1 to n. പ്രോബബിലിറ്റി ഓഫ് Bi ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given Bn. ഇതാണ് നമ്മൾ ബേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ബേസ് തിയറം ഇസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. നമ്മൾ സാധാരണ എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുക ഗിവൺ Bi. അതായത് എ എന്ന് പറഞ്ഞ ഇവൻ്റാണ് രണ്ടാമതായിട്ട് നടക്കുക, BIs ആണ് ആദ്യം നടക്കുന്നത്. ശരിയായ ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻവേഴ്സ് പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് തിയറം ഇസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് Bi ഗിവൺ എ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ദിസ് ഇസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് Bi ഗിവൺ എ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് അറിയാം കണ്ടീഷണൽ പ്രോബബിലിറ്റീസിനെ നമ്മൾ എങ്ങനെ എഴുതാറ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് വരികയാണെങ്കിൽ നമ്മളതിനെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതും അല്ലേ. അതേപോലെ ഇവിടെ വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് Bi ഗിവൺ എ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് Bi ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് നമുക്ക് എഴുതാം. This can be written as P of Bi intersection A divided by P of A. അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ ന്യൂമറേറ്റർ നോക്കാം. വാട്ട് ഇസ് പ്രോബബിലിറ്റി ഓഫ് Bi intersection A? അതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് Bi ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ Bi. ഇത് നമ്മൾ എഴുതുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്നാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതി. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ നമ്മൾ എങ്ങനെ എഴുതുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് എങ്ങനെയൊക്കെ ഒക്കറിയാം. എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഒക്കർ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ B1, B2, etc. Bn എന്ന് പറയുന്ന B1, B2, etc. Bn എന്ന് പറയുന്ന മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നടന്നിരിക്കണം, എന്നാലേ എ ഒക്കെ അറിയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ എ ഒക്കെ അറിയാം. ഒന്നില്ലെങ്കിൽ B1 എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്യാം. ആൻഡിനെ നമ്മൾ ഇൻ്റർസെക്ഷൻ എന്നാണ് ഇൻ്റർസെക്ഷൻ എ ഒക്കെ അറിയാം. ഇങ്ങനെ നമുക്ക് എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്യാം. അല്ലെങ്കിൽ ഓർ അപ്പോൾ നമ്മൾ യൂണിയൻ ഇട്ടു B2 ഇൻ്റർസെക്ഷൻ എ. B2 എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്തിട്ട് എ ഒക്കർ ചെയ്യാം. ഓർ B3 ഒക്കർ ചെയ്തിട്ട് ആൻഡ് എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്യും. അങ്ങനെ പോയിട്ട് യൂണിയൻ ലാസ്റ്റ് ഒന്നില്ലെങ്കിൽ Bn എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്യുക ആൻഡ് എ ഒക്കർ ചെയ്യും. ഇത്തരത്തിലെല്ലാം എ എന്ന് പറഞ്ഞ ഇവൻ്റിന് ഒക്കർ ചെയ്യും. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കേസ് അറ്റ് എ ടൈം ഒക്കർ ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം B1, B2, etc. Bn ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അപ്പം ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളായതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം. സം ഓഫ് ദ പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് B1 intersection A plus probability of
B2 intersection A, etc. plus probability of BN intersection A എന്ന രീതിയിൽ നമുക്ക് വരെ എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഓരോ ടേമിനും ഞാൻ മൾട്ടിപ്ലിക്കേഷൻ തിയറം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 പ്ലസ് സെക്കൻഡ് ടേം പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B2. അങ്ങനെ ലാസ്റ്റ് ടേം പ്രോബബിലിറ്റി ഓഫ് BN ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BN. ഇങ്ങനെ നമുക്ക് സമ്മായിട്ട് എഴുതാം. ഓർ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ്, നമുക്ക് സമ്മേഷൻ വെച്ചിട്ട് എഴുതാം അല്ലേ. സമ്മേഷൻ I is equal to 1 to n പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BI എന്ന് P ഓഫ് എനെ എഴുതും. അതായത് നമ്മൾ ഈ എക്സ്പ്രഷനിൽ P ഓഫ് എക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇവിടെ ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. Therefore, what is probability of BI given A? That can be written as numeratorൽ P of BI into P of A given BI എന്ന് വന്നിരിക്കുന്നു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് സമ്മേഷൻ I is equal to 1 to n P of BI into P of A given BI. ഇങ്ങനെയാണ് നമ്മൾ ബേസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് പാർട്ട് ഏത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. റിസൾട്ട് ഓഫ് എ സർവേ ഫ്രം എ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് 40% boys and 60% girls on a recently released film reveals that 35% of the boys like the film but 30% of the girls not like the film. A randomly selected student from this college likes the film. What is the probability that the student is a girl? ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് നമ്മൾ കോളേജിൽ 40% ബോയ്സും ഉണ്ട്, 60% ഗേൾസും ഉണ്ട് അല്ലേ. ഇപ്പോൾ കോളേജിലെ സ്റ്റുഡൻസിൽ 40% ആണ് ബോയ്സ് വന്നിരിക്കുന്നത് ആൻഡ് ദ 60% ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഗേൾസ്. ഇത് ബോയ്സ് ആണ്, ഇത് ഗേൾസ് ആണ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കത് ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് അതിന് ഞാൻ B1 എന്നാണ് ആ ഇവൻറ്റിന് പേര് കൊടുക്കുന്നത്. B1 ഇസ് സ്റ്റുഡൻറ്റ് ഇസ് എ ബോയ്, സ്റ്റുഡൻറ്റ് ഇസ് എ ബോയ്. ബോയ് ആവുക എന്ന് പറയുന്ന ഇവൻറ്റിനെ ഞാൻ B1 എന്ന് കൊടുക്കുന്നു. B2 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഇസ് എ ഗേൾ, സ്റ്റുഡൻറ്റ് ഗേൾ ആവുക എന്ന് പറഞ്ഞ ഇവൻറ്റിനെ ഞാൻ B2 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ തന്ന പ്രകാരം വാട്ട് ഈസ് P ഓഫ് B1, അതായത് ഒരു സ്റ്റുഡൻറ്റ് ബോയ് ആവാനുള്ള സാധ്യത എന്താണ്? നമുക്ക് 40% ആണ് ബോയ്സ് ഉള്ളത്. അപ്പോൾ P ഓഫ് B1 is 40/100 which is equal to 0.4. And what is P of B2? P of B2 is equal to 60/100 which is equal to 0.6. അപ്പോൾ P of B1 ഉം P of B2 ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ഇവൻറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യും. അതായത് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്യാം. അതായത് എ സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ഫിലിം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ഫിലിം. ഫിലിം ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഇവൻറ്റിനെ നമുക്ക് എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ഫിലിം, അതിന് ഞാൻ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. പറഞ്ഞിരിക്കുന്നത് 35% ഓഫ് ദ ബോയ്സ് ലൈക്ക് ദ ഫിലിം എന്ന്. അപ്പം ബോയ്സ് ആണെങ്കിൽ അതിൽ 35% സ്റ്റുഡൻസും എന്താണ് ചെയ്യുന്നത്? ഫിലിമിനെ ലൈക്ക് ചെയ്യുന്നുണ്ട്. അതിന് പക്ഷേ ഗേൾസിൻ്റെ കാര്യത്തിൽ 30% സ്റ്റുഡൻസ് നോട്ട് ലൈക്ക് ദ ഫിലിം. 30% സ്റ്റുഡൻസിന് ഫിലിം ഇഷ്ടമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇവൻസിൻ്റെ ബേസിസിൽ എഴുതുക എന്ന് നോക്കാം. അപ്പോൾ 35% ഓഫ് ദ ബോയ്സ് ലൈക്ക് ദ ഫിലിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്തത് ബോയ്സ് ആയിരിക്കും. അപ്പം B1 ഗിവൺ B1 ബോയിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഫിലിം ലൈക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ ഇവൻ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ഫിലിം ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ ബോയ്. ബോയ് ആണെങ്കിൽ ഫിലിം ലൈക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 35% ആണ്. ദറ്റ് ഈസ് 35/100 വിച്ച് ഈസ് ഈക്വൽ ടു 0.35. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടാമത് തന്ന കാര്യം ഗേൾസിൽ
30% ഗേൾസ് ഫിലിം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ഫിലിം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഫിലിം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എ കോംപ്ലിമെൻ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് എ ഗേൾ ആവുക എന്ന് പറഞ്ഞാൽ B2 കൊണ്ടാണ് നമ്മളൊരു സ്റ്റുഡൻറ്റ് ഗേൾ ആവുന്നതിന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് തന്നത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഗിവൺ B2 ആണ്. എന്ത് വന്നിരിക്കുന്നത്? 30/100, അതായത് 0.3 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 കണ്ടുപിടിക്കാം. അതായത് 30% ഓഫ് ഗേൾസ് ഫിലിം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ബാക്കിയുള്ള 70% ഗേൾസ് ഫിലിം ലൈക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പി ഓഫ് എ ഗിവൺ B2 is 70/100 or that is 0.7. അപ്പം ഇത്തരം പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ റാൻഡംലി സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് ഫ്രം ദിസ് കോളേജ് ലൈക്സ് ദ ഫിലിം. അങ്ങനെയാണ് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് ഫിലിം ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട്, അതായത് എ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഇസ് എ ഗേൾ? അതായത് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ഫിലിംസ്, അതായത് എ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ഗേൾ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മളെ ബേസ് തിയറം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ബേസ് തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ എനെ നമുക്ക് എഴുതുക? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് ന്യൂമറേറ്ററിൽ എഴുതാം. ഡിനോമിനേറ്ററിൽ എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2. ഇത് നമുക്ക് ഡിനോമിനേറ്ററിലും എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഓരോ വാല്യൂവും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് B2 is equal to 0.6. അപ്പോൾ 0.6 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 0.7 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ പി ഓഫ് B1 വന്നിരിക്കുന്നു വിച്ച് ഇസ് 0.4 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 is 0.35 പ്ലസ് പി ഓഫ് B2 is 0.6 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 is 0.7. അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇവിടെ 0.42 ഡിവൈഡഡ് ബൈ ഇവിടെ 0.14 പ്ലസ് 0.42 എന്ന് വരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.42 ഡിവൈഡഡ് ബൈ 0.56. ആൻഡ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.75 എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ ഫോർ ദ 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് നോക്കാം. ഇഫ് എ ആൻഡ് ബി ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് then expectation of xy can be written as expectation of x into expectation of y. ഇതാണ് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലുമായിട്ട് പ്രൂവ് ചെയ്യും. അപ്പോൾ ഞാൻ ഡിസ്ക്രീറ്റ് കേസിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഡിസ്ക്രീറ്റ് കേസ് അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ആണ് അല്ലേ. ഇവിടെ നമുക്ക് ആവശ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അറിയണം, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ അറിയണം. അതിൻ്റെ ടേംസിൽ നമ്മൾ ഇതിനെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എങ്ങനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു അതിൻ്റെ PMF ദറ്റ് ഈസ് F1 ഓഫ് എക്സ്. എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു അതിൻ്റെ PMF ആയിട്ടുള്ള F2 ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ? ഇവിടെ 2 റാൻഡം വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നാണ് നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്.
അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ ജോയിൻ പി എം എഫ് എഫ് ഓഫ് എക്സ് കോമ വൈനെ നമുക്ക് എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ടു ഓഫ് വൈ എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈനെ എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ടു ഓഫ് വൈ എന്ന് ഞാൻ എഴുതി. സിൻസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, അവർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതി അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്കിനി സമ്മേഷനെ ഗ്രൂപ്പ് ചെയ്യാം. എക്സുകളുടെ സമ്മേഷൻ ഒന്നിച്ചിട്ടും വൈൻ്റെ സമ്മേഷനെ ഒന്നായിട്ട് കൊടുക്കാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു എഫ് ടു ഓഫ് വൈ. ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ആൻഡ് സമ്മേഷൻ ഓവർ വൈ എഫ് ടു ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈനെ നമ്മളെങ്ങനെ എഴുതി? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എഴുതി ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണ് പ്രൂവ് ചെയ്തത്. അടുത്തത് നമുക്ക് ഇതേ സാധനത്തിനെ കണ്ടിന്യൂസ് കേസിൽ പ്രൂവ് ചെയ്യും. കണ്ടിന്യൂസ് കേസിലാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈനെ എഴുതുന്നു. അപ്പം സമ്മേഷൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇൻ്റഗ്രേഷൻ വരും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. ദെർഫോർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു ഈ ജോയിൻ പി ഡി എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു എഫ് ടു ഓഫ് വൈ എന്ന് എഴുതാം. സിൻസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഒരു ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇനി എക്സിൻ്റെ ഇൻ്റഗ്രലിനെ ഒന്നിച്ചെടുക്കാം, വൈൻ്റെ ഇൻ്റഗ്രലിനെ ഒരുമിച്ചെടുക്കാം. ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ വൈ വൈ ഇൻറ്റു എഫ് ടു ഓഫ് വൈ ഡി വൈ. ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു ഈ പാർട്ട് എന്താണ്? ദിസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആൻഡ് ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. So we can write expectation of xy is equal to expectation of x into expectation of y if x and y are independent. ഇനി നമ്മൾ അടുത്ത പാർട്ടാണ് നോക്കുന്നത്. അടുത്ത പാർട്ടിൽ if the joint PDF of xy is f of x comma y is equal to cxy for 0 less than x less than y less than 1. Find the value of c. വെരിഫൈ വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ജോയിൻ പി എം എഫ് തന്നിരിക്കുന്നു. എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഗിവൺ ആസ് സി ഇൻറ്റു എക്സ് വൈ. ഇവിടെ റേഞ്ച് തന്നിരിക്കുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്നാണ്. ഇങ്ങനെയാണ് റേഞ്ച് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം സി കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും കംപ്ലീറ്റ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് 0 മുതൽ 1 വരെയും വൈയുടെ കംപ്ലീറ്റ് റേഞ്ചും 0 മുതൽ 1 വരെയാണ് കംപ്ലീറ്റ് റേഞ്ച് വരുന്നത്. പക്ഷെ ഇപ്പം എക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് വൈൻ്റെ റേഞ്ചിനെ എനിക്ക് എങ്ങനെ എടുക്കാം? 0 മുതൽ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ വൈൻ്റെ റേഞ്ചിനെ എക്സ് മുതൽ 1 വരെയുള്ള റേഞ്ച് എടുക്കും. ആൻഡ് അതേപോലെ ഇപ്പം വൈ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ റേഞ്ചിന് എനിക്ക് എങ്ങനെ എടുക്കാം? 0 മുതൽ വൈ വരെ എടുക്കാം. അതാണ് ഈ റേഞ്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിതിവിടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമുക്കിവിടെ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി കാണാനുള്ള വഴി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ. എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ചിൽ എഫ് ഓഫ് എക്സ് കോമ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റേഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആരെയാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, നമുക്കിവിടെ ആദ്യം വൈനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈയുടെ റേഞ്ച് ഞാൻ എടുക്കാൻ പോകുന്നത് പാർഷ്യൽ റേഞ്ചാണ്. അതായത് എക്സ് മുതൽ 1 വരെയുള്ള റേഞ്ചാണ് ഞാൻ ആർക്ക് കൊടുക്കാൻ പോകുന്നത്? വൈന് കൊടുക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ആൻഡ് എക്സിന് ഞാൻ കംപ്ലീറ്റ് റേഞ്ചും കൊടുക്കുന്നു. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to 1. എക്സിന് കംപ്ലീറ്റ് റേഞ്ച് കൊടുത്തു. വൈൻ്റെ റേഞ്ച് എക്സ് മുതൽ 1 വരെ. ഇൻ്റഗ്രൽ എക്സ് ടു 1 എഫ് ഓഫ് എക്സ് കോമ വൈ സി എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ എഴുതി. ദറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം സീനെ പുറത്ത് വയ്ക്കാം. സി ഇസ് എ കോൺസ്റ്റന്റ്. പിന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഞാൻ എഴുതി. പിന്നെ ഞാൻ അടുത്ത ഇൻ്റഗ്രലിൽ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ എക്സ് ടു 1 എക്സ് വൈ ഡി വൈ. ഈ ടേമിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് റേഞ്ചൊക്കെ കൊടുത്ത ശേഷമേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യൂ. അപ്പോൾ അതിനെ നമുക്ക് പുറത്ത് വയ്ക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും നോക്കാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കൂ, എക്സ് ഇൻറ്റു വൈ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് വൈൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ എക്സ് ഒരു കോൺസ്റ്റൻറ്റ് പോലെ എക്സിന് അതേപോലെ തന്നെ വെക്കാം. വൈനെ മാത്രം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ. അപ്പോൾ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? വൈ സ്ക്വയർ ബൈ 2 എന്ന് വരും. ബിറ്റ്വീൻ ലിമിറ്റ്സ് എക്സ് ആൻഡ് 1 അല്ലേ. ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. കംപ്ലീറ്റ് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു, ഞാൻ റേഞ്ച് കൊടുക്കുന്നത് വൈ സ്ക്വയറിനാണ്. നമ്മൾ ചെയ്തത് വൈൻ്റെ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ വൈ സ്ക്വയറിനാണ് ഞാനിവിടെ റേഞ്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുന്നു, 1 സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള എക്സ് കൊടുക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരുന്നു. ഓർ സി ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ ബ്രാക്കറ്റ് മാറ്റി എഴുതിയാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഓർ ദിസ് ഇസ് ഈക്വൽ ടു സി ബൈ 2 ഇൻറ്റു, ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു 4 ബൈ 4 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്മളിവിടെ വാല്യൂസ് കൊടുക്കുക. എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ സി ബൈ 2 ഇൻറ്റു എക്സിന് 1 കൊടുത്താൽ 1 ബൈ 2 മൈനസ് 1 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 0 കൊടുത്താൽ 0 ആയി പോവല്ലോ അല്ലേ. അപ്പോൾ ദിസ് ഇസ് സി ബൈ 2 ഇൻറ്റു 1 ബൈ 2 മൈനസ് 1 ബൈ 4 ഇസ് 1 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓർ സി ബൈ 8 ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. ആൻഡ് സി ക്യാൻ ബി റിട്ടൺ ആസ് 8. അപ്പോൾ നമ്മളെ PDF തന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് സീനെ കണ്ടുപിടിച്ചു. അതിൻ്റെ വാല്യൂ നമുക്ക് 8 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഫോർ എഫ് ഓഫ് എക്സ് കോമ വൈ ക്യാൻ ബി റിട്ടൺ ആസ് 8xy 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? ജോയിൻ PDF എഫ് ഓഫ് എക്സ് കോമ വൈ ക്യാൻ ബി റിട്ടൺ ആസ് f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ. അതായത് മാർജിനൽ PDF-കളുടെ പ്രോഡക്റ്റായിട്ട് ജോയിൻ PDF-നെ എഴുതാൻ പറ്റുമ്പോൾ നമുക്ക് പറയാം എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് അല്ലേ. അതുമാതിരി തിരിച്ച് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് ആണെച്ചാൽ ഇങ്ങനെ എഴുതും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാർജിനൽ PDF-കൾ കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യം മാർജിനൽ PDF ഓഫ് എക്സ് ആണ് കാണുന്നത്. മാർജിനൽ PDF ഓഫ് എക്സ് ഇസ് f1 ഓഫ് എക്സ്. എങ്ങനെയാണ് f1 ഓഫ് എക്സ് കാണുന്നത്? നമ്മൾ ജോയിൻ PDF-നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ജോയിൻ PDF-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വൈക്ക് കൊടുക്കാൻ പോകുന്ന റേഞ്ച് നമ്മൾ f1 ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അതിപ്പോൾ f1 ഓഫ് 0.2 f1 ഓഫ് 0.3 അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് റേഞ്ചിലല്ല, വൈൻ്റെ എക്സ് മുതൽ 1 വരെ. ഓക്കെ, അതായത് ഇവിടെ f1 ഓഫ് 0.2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 0.2 to 1 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ 0 മുതൽ 1 വരെയല്ല ചെയ്യേണ്ടത്. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ റേഞ്ച് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ x to 1 ഇൻ്റഗ്രൽ x to 1 എഫ് ഓഫ് എക്സ് കോമ വൈ വിച്ച് ഇസ് 8xy dy.
ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വൈ അല്ലാത്ത 8നെയും എക്സിനെയും ഞാൻ പുറത്തേക്ക് വയ്ക്കുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് എക്സ് ടു 1 ഞാൻ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വൈ ഡി വൈ ദറ്റ് ഈസ് ഈക്വൽ ടു 8x ഇൻറ്റു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? വൈ സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ലിമിറ്റ്സ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 8ഉം 2ൽ ക്യാൻസൽ ചെയ്ത് 4 കിട്ടി അല്ലേ? അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 4x ഇൻറ്റു വൈ സ്ക്വയർ എന്നാണ്. വൈ സ്ക്വയറിന് റേഞ്ച് കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 4x ഇൻറ്റു 1 മൈനസ് എക്സ്. റേഞ്ച് എന്താണ്? ഇവിടെ എക്സിൻ്റെ റേഞ്ച് എഴുതുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് റേഞ്ച് എഴുതണം. എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് 0 to 1. ഇതാണ് f1 ഓഫ് എക്സ്. സിമിലർലി നമ്മൾ മാർജിനൽ PDF ഓഫ് വൈ ആണ് കണ്ടുപിടിക്കുന്നത്. ദറ്റ് ഈസ് f2 ഓഫ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ PDFനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സിൻ്റെ റേഞ്ച് നേരത്തെ പറഞ്ഞ പോലെ വിത്ത് റെസ്പെക്ട് ടു വൈൻ്റെ PDF ആണ് കാണുന്നത്. f2 ഓഫ് വൈ ആണ് കാണുന്നത്. അതായത് f2 ഓഫ് 0.3, f2 ഓഫ് 0.1, f2 ഓഫ് 0.45 അങ്ങനെയുള്ള വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. അപ്പം നമ്മൾ എക്സിൻ്റെ റേഞ്ച് എടുക്കേണ്ടത് 0 മുതൽ വൈ വരെയാണ്. ഇതെടുക്കേണ്ടത് 0 to y എന്ന് പറയുന്ന ആ പാർഷ്യൽ റേഞ്ചാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുന്നു എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 0 to y 8xy dx. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എക്സ് അല്ലാത്ത 8നെയും വൈനെയും ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വയ്ക്കുന്നു. ഇൻ്റഗ്രൽ 0 to y എക്സ് ഡി എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 8y ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 ആൻഡ് y. ഇവിടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ ദിസ് ഇസ് 4y ഇൻറ്റു നമ്മളിവിടെ റേഞ്ച് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം വൈ സ്ക്വയർ പിന്നെ മൈനസ് 0 വരും. ദറ്റ് ഈസ് 4y³ എന്നാണ് f2 ഓഫ് y കിട്ടുന്നത്. ആൻഡ് ദ റേഞ്ച് ഓഫ് y ഇസ് 0 ലെസ് ദാൻ y ലെസ് ദാൻ y. അപ്പം മാർജിനൽ PDFകൾ കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് y എന്ന് നോക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 4x ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 4y³ എന്നാണ് വരുന്നത്. വിച്ച് ഇസ് ക്ലിയർലി നോട്ട് ഈക്വൽ ടു 8xy അല്ലേ? അപ്പം എഫ് ഓഫ് എക്സ് കോമ വൈക്ക് ഇത് തുല്യമല്ല. ജോയിൻ PDFനെ മാർജിനൽ PDFകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്കിവിടെ പറയാം.